ചേച്ചി മതി. ബാലുവേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. അതെ ആന്റി, ബലരാമൻ സാറിന്റെ ആത്മാവിന് സമാധാനം കിട്ടിക്കാണും. സത്യം പറഞ്ഞ ആന്റി, ഇപ്പൊ എനിക്ക് ചന്ദ്രോത്തേക്ക് പോവാനാ തോന്നുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ അവസ്ഥ കണ്ട് മനസ്സ് നിറഞ്ഞൊന്ന് സന്തോഷിക്കണം. അവരുടെ ദുഃഖം കാണാൻ അങ്ങോട്ട് എന്തിനാ പോകുന്ന തനുജ? അവരിവിടെ വരും, നമ്മുടെ കാല് പിടിക്കാൻ വരും. നമുക്കവരെ ഇവിടെ ഇരുത്തി കാണാം. ചന്ദ്രോത്തുനിന്ന് അവര് തെരുവിലേക്ക് വരട്ടെ. പുറത്തു വെച്ച് പരസ്യമായിട്ട് വേണം അവരെ നേരിടാൻ. ഇനി അവരെ ഏതെങ്കിലും രീതിയിൽ ലോൺ തിരിച്ചടച്ച് ജപ്തി ഒഴിവാക്കും ആന്റി. കൊള്ളാം. അത്രയും വലിയ തുക ചന്ദ്രോത്തുകാര് തിരിച്ചടയ്ക്കാനോ ഈ അവസ്ഥയിലോ? നിത്യ ചെലവുകൾക്ക് തന്നെ അവര് ബുദ്ധിമുട്ടുമെന്നാ കേട്ടത്. ലോൺ അടക്കുന്നതിന് മുൻപ് വിശപ്പടക്കട്ടെ അവര്. അവരെ കൊണ്ടൊന്നും ഒരിക്കലും കടം തിരിച്ചടയ്ക്കാൻ പറ്റില്ല. ചന്ദ്രോത്ത് അവരുടെ കയ്യിൽ നിന്ന് പോവും. അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന ചന്ദ്രോത്ത് നമ്മുടെ കയ്യിലേക്ക് വരും. ബാങ്ക് പിടിച്ചെടുത്ത പ്രോപ്പർട്ടി ലേലം ചെയ്യുമല്ലോ. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ശരി, ആ വീട് നമ്മൾ ലേലത്തിൽ പിടിക്കും. അതെ, ചന്ദ്രോത്തിനി നമുക്കുള്ളതാ. എന്തായാലും സിദ്ധാർത്ഥൻ രക്ഷപ്പെട്ടു. അയാൾക്ക് തലചായ്ക്കാൻ ഒരു കൂര കിട്ടിയല്ലോ. നല്ല അടച്ചുറപ്പുള്ള കൂര. ജയിൽ. ഭാര്യയുടെയും വീട്ടുകാരുടെയും കാര്യ കഷ്ടം. എന്തായാലും എല്ലാം സിദ്ധാർത്ഥൻ ജയിലിൽ നിന്നറിയും. കോടതിയിൽ നിന്ന് കിട്ടുന്ന ശിക്ഷയേക്കാൾ വലിയ ശിക്ഷയായിരിക്കും കുടുംബക്കാരുടെ അവസ്ഥ അറിയുമ്പോ മാനസികമായി അയാൾ അനുഭവിക്കാൻ പോകുന്നത്. ഇനി അവര് കൂട്ട ആത്മഹത്യ വല്ലതും ചെയ്യും ആന്റി? എങ്കിൽ അവർക്ക് നല്ലത്. ഇല്ലെങ്കിൽ മരണം എന്റെ കൈകൊണ്ട് സംഭവിക്കും. വല്ലവരുടെയും കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ സ്വയം തിരഞ്ഞെടുക്കുന്ന മരണം. അതുകൊണ്ട് ആത്മഹത്യ ആയിരിക്കും അവര് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. എന്റെ ആന്റിയുടെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോ ഞാൻ ദൈവത്തോട് നന്ദി പറയാ. ഇങ്ങനെ ചിരിക്കണം ആന്റി. അവരുടെ ഓരോ വീഴ്ചയിലും സന്തോഷിക്കണം ആന്റി.